ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയുടെ അച്ഛൻ നല്ല ഉറക്കമാണ്. പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പോഴേക്കും പത്മ എഴുന്നേറ്റിട്ട് എന്താ ശങ്കരേട്ടാ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ താനൊരു സ്വപ്നം കണ്ടോ എന്നുള്ള കാര്യം പറയാം. എന്താ ശങ്കരേട്ടാ, എന്ത് സ്വപ്നം കണ്ടേ? അത് വേദയായിരുന്നു സ്വപ്നത്തിൽ. കുറേ ആളുകൾ ചേർന്ന് അവളെ ഓടിക്കുന്നത് പോലെയാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. അവൾ ഓടിക്കയറുന്നത് അതിനേക്കാളും അപകടം പിടിച്ചൊരു സ്ഥലത്തേക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയ്ക്കും ടെൻഷനായി. സ്ഥലം ഏതാണെന്നൊന്നും എനിക്ക് വ്യക്തമല്ല. പിന്നെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത കുറേ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ, വല്ലാതെ ഭയപ്പെടുത്തുന്ന ചില ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നും പറഞ്ഞിട്ട് അച്ഛൻ തൻ്റെ ആവലാതി അമ്മയോട് പറയാം. അവളുടെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത് പത്മം ചോദിക്കുമ്പോൾ, നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടല്ലല്ലോ ശങ്കരേട്ട, അവൾ തിരഞ്ഞെടുത്തതല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ അവളതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്നില്ലേ, ഇനിയെങ്കിലും അവൾക്കൊരു ജീവിതം വേണ്ടേ എന്ന് ശങ്കരേട്ടൻ ചോദിക്കും കേട്ടോ. പിന്നെ 2 പെൺമക്കളെ പറ്റി ഓർക്കുമ്പോൾ പേടി തോന്നുക എനിക്കെന്ന് അച്ഛൻ പറയുന്നു. നമ്മുടെ കാലം കഴിഞ്ഞാലും അവർക്കൊരു ജീവിതം വേണ്ടേന്നൊക്കെ ചോദിക്കുമ്പം ദീപ്തിയുടെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, അവൾ ഇനി നമ്മൾ പറയുന്നത് അനുസരിച്ചോളൂ എന്നും. പക്ഷേ വേദയുടെ കാര്യത്തിലും നമുക്കൊരു തീരുമാനം എടുക്കണം പത്മമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെടുത്തിട്ട് എന്താ കാര്യം ശങ്കരേട്ട, അവൾ അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനിന്ന് ദർശനും വേദയും സംസാരിക്കുന്നത് കണ്ടുവെന്ന് അച്ഛൻ പത്മത്തോട് പറഞ്ഞു. വഴിയിൽ ഒരിടത്ത് നിൽക്കുമായിരുന്നു അവർ. എന്നെ അവർ കണ്ടില്ല എന്നും പറയാം. അവർ തമ്മിൽ ഇപ്പോഴും കാണാറും സംസാരിക്കാറൊക്കെ ഉള്ളതല്ലേ, അതിലെന്ത് പുതുമ ഇപ്പോൾ പറയാനുള്ളതെന്ന് ചോദിച്ചു. അതിൽ പുതുമയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ആ പഴയ ആലോചന ഉണ്ടായെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏത് ദർശനും വേദയും തമ്മിലുള്ള വിവാഹമാണ്, അത് അവൾ സമ്മതിക്കുമെന്ന് ശങ്കരേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ലേ അവൾ. അപ്പോൾ ഇനിയും അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്നു. ഞാനെന്തായാലും നാളെ അവളോടൊന്ന് സംസാരിക്കാൻ പോവുകയാണെന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞു. അതിനുശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ വേദ പതുക്കെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് നോക്കി. കട്ടിലിൽ നോക്കിയപ്പോൾ വിക്രത്തെ കാണാനില്ല. വേദ എന്നിട്ട് ബാത്റൂമിൽ നോക്കി, സ്റ്റെയർ വഴി അതിലേ പോയി നോക്കി. അവിടെ ഒന്നും വിക്രത്തെ കാണാനില്ല. വേദയ്ക്ക് ടെൻഷനായി. വേദ വേഗം തന്നെ ഫോൺ എടുത്തെന്നിട്ട് ഇഷിതയെ വിളിക്കുക. അപ്പോൾ ഇഷിത നല്ല ഉറക്കമായിരുന്നു. ഹലോ, നീ എന്താണ് ഈ നേരത്തെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വിക്രത്തിനെ റൂമിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോയതാ? അതറിയത്തില്ല. ടെറസിലേക്കുള്ള വാതിൽ തുറന്നും കിടക്കുന്നുണ്ട്, എന്നാൽ ടെറസിൽ ആളില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിളിച്ചു നോക്കിയായിരുന്നു നീ? ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ കിടപ്പുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വേദ പറയുമ്പം, അപ്പം തിരിച്ചു വരുമെന്ന് എന്തായാലും ഉറപ്പാണെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോയതായിരിക്കും എന്ന് വേദ ചോദിക്കുമ്പം, നീ ടെൻഷൻ ആവാതിരിക്കും വേദ, നീ എഴുന്നേൽക്കുമ്പോഴേക്കും തിരിച്ചു വരാം എന്ന് കരുതി പോയതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പം, അത് റിസ്ക് അല്ലേ ഇഷിത, ആരുടെയെങ്കിലും കണ്ണിൽ പെട്ടാൽ അതോടെ തീർന്നില്ലേ എന്നൊക്കെ വേദ ചോദിക്കും. അപ്പോൾ രാത്രിയല്ലേ, ആരും കാണില്ല എന്ന് നമുക്ക് കരുതാം, ചിലപ്പോൾ ആരെങ്കിലും കാണാൻ പോയതാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പം, എൻ്റെ ദൈവമേ, പോയി പോലീസുകാരുടെയും കയ്യിൽ പെട്ട പിന്നെ അതും മതി. അപ്പം നീ ഇപ്പം മിണ്ടാതെ കാത്തിരിക്കുക വേണ്ടത്, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഇങ്ങനെ ടെൻഷനായിട്ട് ആരെയും വിളിച്ച് കുഴപ്പമാക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്വസ്ഥമായിട്ടിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റണ്ടേ എൻ്റെ ഇഷിത, അപ്പോൾ ഇരുന്നേ പറ്റുള്ളൂ. നിൻ്റെ വിക്രത്തിന് നിന്നെ അറിയിക്കാതെ വിട്ടുപോകാനൊന്നും പറ്റത്തില്ല വേദ, നീ അതോർത്ത് ധൈര്യമായിട്ടിരിക്കും. ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തി പോയതാണെങ്കിൽ ഉണരുന്നതിന് മുന്നേ തിരിച്ചെത്തിയിരിക്കും, 100% ഉറപ്പാണെന്നും ഇഷിത പറഞ്ഞു. നീ കിടക്കാൻ നോക്കുമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് ഇഷിത കിടന്നു. പക്ഷേ വേദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. വേദയാണെങ്കിൽ ആ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കുവാണ്. ഇരുന്നും കിടന്നും ഒക്കെ നേരം വെളുപ്പിക്കാനായിട്ട് നോക്കുക. കുറേ നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേദ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കമല കിടക്കുന്ന ഹോസ്പിറ്റലിൽ. അവിടെ റൂമിൽ ആരോ വന്ന് ഇങ്ങനെ കൊട്ടുക. അപ്പോൾ അച്ഛനും അമ്മയും നല്ല ഉറക്കമായിരുന്നു. അച്ഛൻ ചെന്ന് ഈ ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ ഒരാൾ മുഖം മൂടിയൊക്കെ ഇട്ട് ഇവരുടെ മുന്നിൽ നിൽക്കും. അപ്പോഴത്തേക്ക് അച്ഛൻ വിക്രം എന്ന് പറഞ്ഞൊരു വിളി. അപ്പോഴേക്കും നമ്മുടെ വിക്രം ഓടി അകത്തേക്ക് കയറി, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഓടി അകത്തേക്ക് കയറി. അച്ഛൻ വാതിലടച്ച് കുറ്റിയും ഇട്ടു. അമ്മയെ കണ്ടപ്പോഴത്തേക്കും വിക്രത്തിന് ഭയങ്കര സന്തോഷം. മകനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അതിലേറെ സന്തോഷം. അപ്പോൾ എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിക്കുമ്പം, മോനെ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കെട്ടിപ്പിടിച്ച് കരയും കേട്ടോ. ഇപ്പോഴാണ് വിക്രത്തിനൊന്ന് ജീവൻ വീണത് അമ്മയെ കണ്ടു കഴിഞ്ഞപ്പം. അതുപോലെ തന്നെ സുധാകരൻ മാഷും അവിടെ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ വിക്രം, അയ്യേ എന്താ അമ്മയത്തിനെങ്ങനെ കരയണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ, കരയാതെ കമല എന്ന് പറഞ്ഞു അച്ഛൻ. മകനെ കണ്ടതിലുള്ള സന്തോഷമായി അമ്മയ്ക്ക്, അത് അടക്കാൻ പറ്റുന്നില്ല മാഷെ, അതാ ഞാനിങ്ങനെ കരയുന്നതെന്നൊക്കെ അന്നേരത്തേനും കമല എവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം നിന്നെക്കുറിച്ചുള്ള ടെൻഷൻ കൊണ്ടാണ് അവൾ അസുഖം വന്ന് ആശുപത്രിയിലായത് തന്നെ അല്ലേടാ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുമ്പം, അതുകൊണ്ടല്ല ഞാൻ നേരിട്ട് കാണാൻ വന്നതെന്ന് അന്നേരത്തേക്കും വിക്രവും പറഞ്ഞു. അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മ എന്നും പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കാം. വേദ വന്നപ്പോൾ എനിക്കത് മനസ്സിലായി മോനെയെന്നും, എന്നാലും മകനെ നേരിട്ട് കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായതെന്ന് ഇങ്ങനെ കമല പറയുക ആ സമയത്ത്. എന്നാലും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന അത്ര സേഫൊന്നും അല്ല കേട്ടോ, നാട് മുഴുവനും ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടെന്നൊക്കെ പറയുമ്പം എനിക്കതൊക്കെ അറിയാച്ചാ. പക്ഷേ
അമ്മ ഇങ്ങനെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ വരാതിരിക്കാൻ എന്നെക്കൊണ്ട് ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു സി ഐക്കാണ് ഇപ്പോൾ സ്റ്റേഷൻ ചാർജ്, അയാൾ എന്തും ചെയ്യാൻ നടക്കുകയാണ് എന്ന കാര്യവും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരുടെ കയ്യിലൊന്നും ഞാൻ പെട്ടു കൊടുക്കില്ല അച്ഛാന്ന് പറഞ്ഞു. മനുഷ്യന്മാരെ കൊണ്ട് പലപ്പോഴും മണ്ടത്തരം ചെയ്യിക്കുന്നതേ അധികമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടാണെന്നും അതൊരിക്കലും ഉണ്ടാകരുതെന്ന് പറഞ്ഞു. ഈ കുടുക്കിൽ നിന്ന് ഊരാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. എത്ര കാലം നീ അവളുടെ വീട്ടിൽ ഇങ്ങനെ താമസിക്കും എന്നും അച്ഛൻ ഇങ്ങനെ ചോദിക്കുക. ആ വീട്ടിൽ മറ്റാരും ആ മുറിയിലേക്ക് വരാറില്ലേ എന്നും അച്ഛൻ വിക്രത്തോട് ചോദിക്കുക. അവിടെ വെച്ച് പിടിക്കപ്പെട്ട എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടി. അതൊരു ജഡ്ജിയുടെ വീടാ. പോലീസ് അന്വേഷിക്കുന്ന പ്രതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ അത് അദ്ദേഹത്തിനുണ്ടാക്കുന്ന മാനക്കേടിനെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അച്ഛൻ വിക്രത്തോട് ചോദിച്ചു. അപ്പോഴത്തേക്കും കമലയ്ക്ക് ഭയങ്കര സങ്കടമായി. ഒക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ അച്ഛാ, പുറത്ത് കഴിയുന്നതിനേക്കാളും ഇതാണ് സേഫെന്ന് വേദയുടെ തീരുമാനമാണെന്ന കാര്യം വിക്രം പറയുന്നു. പിന്നെ അതേറെക്കുറെ ശരിയുമാണെന്ന കാര്യവും പറഞ്ഞു. എന്നാലും മോനെ, എത്ര കാലം നീ ഇങ്ങനെ കഴിയും? പുളിക്കനെ കണ്ടെത്തുന്നത് വരെയാണെന്നും ആരാ അത് ചെയ്തതെന്ന് പുളിക്കൻ അറിയാവെന്നും പിന്നെ ഒരിക്കൽ ഞാൻ പറയിപ്പിക്കാൻ നോക്കിയതാണെന്നും തലനാരിഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടു പോയതെന്നുള്ള കാര്യവും വിക്രം ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടും പറയുന്നു. അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു പ്ലാനും എൻ്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. അതിന് പുളിക്കൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്തോ ഉറപ്പ് എന്ന് അച്ഛൻ ഇങ്ങനെ വിക്രത്തോട് ചോദിക്കുക. അപ്പോഴേക്കും വിക്രത്തിന് മനസ്സിലായി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ എന്ന്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് പുളിക്കനെ നിശബ്ദനാക്കാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പം അത് ശരിയാണല്ലോ എന്ന് വിക്രം അന്നേരം ചിന്തിക്കുന്നത്. നിങ്ങളിങ്ങനെ ഇവനെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ അമ്മ, എൻ്റെ കുഞ്ഞിനൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ അതിന് സമ്മതിക്കേയില്ല എന്നും പറഞ്ഞ് കമല ഇരുന്ന് ഭയങ്കര കരച്ചിൽ. ആ സമയം എല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് അടങ്ങിയിരിക്കുന്നതിനേക്കാൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുകയല്ലേ വേണ്ടത് കമല എന്ന് ചോദിച്ചു. പിന്നെ ആ വീട്ടിലെ താമസം അതത്ര സേഫായിട്ടുള്ള കാര്യമല്ല എന്നും പറഞ്ഞു കൊടുത്തു വിക്രം. അവളുടെ ചേട്ടൻ്റെ കണ്ണിൽ പെട്ടാൽ അടുത്ത നിമിഷം നീ ആ സി ഐയുടെ കയ്യിലായിരിക്കും അകപ്പെടുക, അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു. പിന്നെ ഇവനിപ്പോൾ എന്താ വേണ്ടത് മാഷേ, നിങ്ങൾ തന്നെ ഒരു വഴി പറഞ്ഞു കൊടുക്കാനൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസിൽ പോയി കീഴടങ്ങാനോ? അതെ, അതും വേദയുടെ സഹായത്തോടെ കോടതിയിൽ സറണ്ടർ ആവണം. ജീവന് ഭീഷണിയുണ്ടെന്ന് കോടതിയെ അറിയിക്കണമെന്നുള്ള കാര്യവും വിക്രം പറയുക. വിക്രത്തോട് അച്ഛൻ പറയുക. അല്ലെങ്കിൽ ജഡ്ജി ശങ്കരനാരായണൻ്റെ മുന്നിൽ തന്നെ ആയിക്കൂടെ എന്നും ചോദിച്ചു. ഒരിക്കൽ അതൊക്കെ ആലോചിച്ചതാ അച്ഛാ. പിന്നെന്താ സംഭവിച്ചത്? അത് വീണ്ടും ചെന്ന് പെടാൻ പോകുന്നത് ഇതേ പോലീസിൻ്റെ മുന്നിലേക്ക് തന്നെയല്ലേ അച്ഛാന്ന് ചോദിച്ചു വിക്രേ. പോരാത്തതിന് ശ്രീനി സാറിന് ജാമ്യം കിട്ടിയ കേസിൽ ഞാൻ കൂട്ടുപ്രതിയും കൂടിയാണെന്ന കാര്യവും പറഞ്ഞു. അപ്പോഴോ തൽക്കാലം ഒരാളുടെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാം അച്ഛാ എന്ന് വിക്രം പറഞ്ഞു. വേദയല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അവൾ തന്നെ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. അവളുടെ തീരുമാനം അനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അമ്മേ നോക്ക്, ഇനി തീരുമാനം ഉണ്ടായതിന് ശേഷമേ ഞാൻ കാണാൻ വരികയുള്ളൂ എന്ന് വിക്രം അമ്മയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. ശരിയെന്ന് അമ്മ സമ്മതിച്ചു. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കരുതെന്നും ഞാൻ വരും എത്രയും പെട്ടെന്നെന്നും പറഞ്ഞ് വിക്രം അമ്മയെ സമാധാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ പൊന്നും മോനെ, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. ചില കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, തീരുമാനിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രം അമ്മയോട് പറയാം. എനിക്ക് ആഗ്രഹമുണ്ട് അമ്മേ, അത് നടക്കാൻ അമ്മ പ്രാർത്ഥിക്കുക എന്ന് വിക്രം ഇങ്ങനെ അമ്മയോട് പറഞ്ഞു വേദ തിരിച്ചു വരുന്നതിനെ പറ്റി. അങ്ങനെ ഇവർ സംസാരിച്ച് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോടും യാത്ര പറയാം. അപ്പോൾ ഞാൻ അവിടം വരെ വരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട തൽക്കാലം വേദയുണ്ടല്ലോ, എല്ലാ കടവും ഒരുമിച്ച് വീട്ടേണ്ട സിറ്റുവേഷൻ വരുമ്പോഴല്ലേ, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ പോവുക. അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു, അതുപോലെ തന്നെ അച്ഛനെയും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ആരും കാണാൻ നമ്മുടെ വിക്രം പതുക്കെ ഇറങ്ങിപ്പോയി. ആ സമയത്ത് നമ്മുടെ മാഷിൻ്റെ അരികിൽ കമല കരഞ്ഞ് മാഷേ എന്ന് പറഞ്ഞ് വിളിച്ച് ഭയങ്കര കരച്ചിൽ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയായിട്ട് വേദ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ വിക്രം താഴെ കിടപ്പുണ്ട്. വിക്രം താഴെ കിടക്കുന്നത് കൊണ്ട് വേദ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരൊറ്റ അടിയും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ വിക്രം എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഭയങ്കര ഒരു ചിരിക്കുന്നത് കണ്ടില്ലേ കുടിയമണ്ടൂസം. രാവിലെ തന്നെ കലിതുള്ളി നിൽക്കുന്ന ഭദ്രകാളിയെ നേരിട്ട് കണ്ടാൽ പിന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കണമെങ്കിൽ ചിരിച്ച് കാണിക്കണമെന്നാ ഇന്ന് വിക്രം ഇങ്ങനെ പറയാം. എന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുമ്പം ഭേദയ്ക്ക് ചിരി വന്നു. അപ്പോൾ ഒന്ന് മുഖം തെളിഞ്ഞല്ലോ, കൊള്ളാം. തെളിഞ്ഞു നിൽക്കുമ്പോഴേ ലക്ഷ്മി ദേവിയുടെ മുഖം തനിക്ക് അതെന്തിനാ ഇങ്ങനെ രക്തചാമുണ്ടീത ആക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിക്രം വേദ ഇങ്ങനെ അയ്യോ അതെന്തിനാ നീ നിന്നെ തന്നെ കിഴുക്കുന്നത്, ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞതെന്ന് വിക്രം. ഇമ്മാതിരി ക്രഞ്ച് ഡയലോഗ് കേട്ടാ ഞാൻ എന്നെ തന്നെ കിഴുക്കും, അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ വേദ ഇങ്ങനെ വിക്രത്തോട് ചോദിച്ചു.
നമ്മൾ 90s കിഡ്സ് അല്ലേ, ഇത്തിരി ക്രിഞ്ചൊക്കെ വായിന്ന് വരും, സഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ വിക്രം. ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്ത് കാര്യത്തിനാണ് പോയതെന്നൊക്കെ ചോദിച്ചപ്പം ഒരുമിച്ച് പോകാൻ ഞാൻ പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ. എനിക്ക് എൻ്റെ അമ്മയെ കാണുമെന്ന് തോന്നി, ഞാൻ പോയി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. വിക്രം അമ്മയെ കാണുന്നത് കൊണ്ടൊന്നും അല്ല, അതുകൊണ്ടല്ല എന്നൊക്കെ എനിക്കും അറിയാം, അപ്പം കാര്യങ്ങളൊക്കെ അറിയാം, എന്നിട്ടും ധൈര്യപൂർവ്വം റിസ്ക് എടുത്ത് പോയിരിക്കുന്നു. വലിയ സാഹസികനാണല്ലോ അല്ലേ. പെറ്റമ്മയല്ലേ, ഇത്തിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും കാണാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. എന്നാലും തിരിച്ചാൻ ഇങ്ങോട്ട് തന്നെ വന്നില്ലേ. ഓ എന്തിനാ ഇപ്പം ഇങ്ങ് വന്നേ, ആ വഴിക്ക് തന്നെ അങ്ങ് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു വേദ. അതൊക്കെ ഞാൻ ആലോചിച്ചു, പക്ഷേ അത് തന്നോട് ചെയ്യുന്ന മര്യാദ അല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഇങ്ങോട്ട് തന്നെ ഞാൻ പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പം അത്രയെങ്കിലും ഓർത്തല്ലോ, താങ്ക് യു, സമാധാനം. ഓഫ്, അപ്പോൾ പരവ് വെച്ചിരിക്കുന്നു എന്ന് വിക്രം. അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ചിരിക്കുമ്പം അതൊക്കെ വിട്, അമ്മ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു വേദ. അപ്പോൾ എന്തു പറയാൻ, കണ്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി, അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ തന്നോട് പറഞ്ഞിരുന്നില്ലേ എന്നെക്കുറിച്ചുള്ള ആദ്യ കൊണ്ടാണ് അമ്മയ്ക്ക് അസുഖം വന്നത് തന്നെയെന്ന്. ചെന്ന് കണ്ടപ്പോഴേ അമ്മയുടെ ഉള്ളൊന്ന് അടങ്ങി കാണുമെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയൂ. അപ്പം അച്ഛൻ അതുപോലൊക്കെ തന്നെ. ആൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഞാനിവിടെയുള്ള കാര്യം നാട്ടുകാരറിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ റെപ്യൂട്ടേഷൻ എന്താകും എന്നുള്ളതാ. അച്ഛൻ പറയുന്നതേ സറണ്ടർ ആവാനാണെന്ന് പറയുമ്പം പോലീസിലോ? ജില്ലാ ജഡ്ജ് ശങ്കരനാരായണൻ്റെ മുന്നിൽ സറണ്ടർ ആവാനാണ് എന്നോട് പറഞ്ഞത്. കോടതിയിൽ ഹാജരാകുന്നത് പോലെ തന്നെയാണ് അതെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം അതൊന്നും എനിക്കും അറിയാത്ത കാര്യങ്ങളല്ലല്ലോ വിക്രം, നമ്മളത് ആലോചിച്ചതുമല്ലേ. തെറ്റ് ചെയ്തിട്ടില്ലെന്നും ജീവന് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് കോടതിയിൽ ഹാജരായാൽ കോടതി സംരക്ഷണം നൽകും, വാദിക്കാൻ വക്കീലിനെയൊക്കെ നൽകും. പക്ഷേ അതൊന്നും വിക്രനെ ജീവൻ എടുക്കാൻ തീരുമാനിച്ചവർക്ക് തടസ്സമാവില്ല എന്ന് വേദ പറയാം. ആ പറയുന്ന സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അവരത് ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും വേദ പറയുവാണ്. അതാണ് ഇത്രയും റിസ്ക് എടുത്തും ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ വിക്രം ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ പുളിക്കനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് അവസാനിച്ചേനെ എന്ന് പറയുന്നു വിക്രം. അധികകാലം ഒരാൾക്ക് അങ്ങനെ ഒളിച്ചിരിക്കാനൊന്നും കഴിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അയാൾ പുറത്ത് വരും വിക്രം, നോക്കിക്കോ, അതിനൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞു. അതുവരെ എനിക്ക് വിക്രമിൻ്റെ ജീവൻ അത് പിടിച്ചു നിർത്തിയല്ലേ പറ്റുള്ളൂ എന്ന് വേദ പറയാം. നീ ആരെയും ഇങ്ങനെ ഭയപ്പെടുന്നേ, അല്ലെങ്കിൽ വാസവനെയാണോ എന്ന് ചോദിച്ചു. വാസവൻ കൊല്ലുമെന്നും പറഞ്ഞ് നേരിട്ട് വരുന്ന ഒരാളാണ്, അടിയിൽ കൂടെ പണിയുന്നവനല്ല എന്ന് പറഞ്ഞു. ചിരിച്ച് കാണിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലും ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെ മുന്നിലും നല്ലവനായിരിക്കും അവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദ പറയുവാണ്. അവർക്ക് അഭിനയിച്ച് നിൽക്കാൻ കഴിയുമെന്നും അതുപോലെ പക്ഷെ മനസ്സുകൊണ്ട് അവരായിരിക്കും ഏറ്റവും ക്രൂരന്മാരെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേദ പറയുമ്പോൾ വിക്രം നോക്കിയിരിക്കുക. അങ്ങനെയുള്ള 2 പേരിൽ നിന്ന് എനിക്ക് വിക്രമിനെ രക്ഷിച്ചെടുക്കണമെന്ന് വേദ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു. വിക്രത്തെ മാത്രമല്ല വിക്രത്തിൻ്റെ വീട്ടുകാരെയും എനിക്ക് രക്ഷിച്ചെടുക്കണമെന്ന കാര്യം വേദ പറയുക. പിന്നെ ഞാൻ എതിരിടുന്നത് എൻ്റെ തന്നെ ചോരയോടാണ് വിക്രം എന്ന് പറഞ്ഞു. അപ്പം നീ എന്താ പറഞ്ഞു, ശ്രീകാന്തിൻ്റെ കാര്യമാണെന്ന് ചോദിക്കുമ്പം അതേന്ന് വേദ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രത്തിൻ്റെ രക്തം തിളച്ചു. ഞാൻ വിക്രമൻ്റെ വീട്ടിൽ നിന്ന് പോന്നത് ആ പേടി മനസ്സിലുള്ളത് കൊണ്ടാണെന്നുള്ള കാര്യവും വേദ വിക്രത്തോടെല്ലാം തുറന്നു പറഞ്ഞു. ശുചീന്ദ്രത്ത് വെച്ച് അച്ഛനെ കാണാതായില്ല, അതിൻ്റെ പിന്നിലും അയാളാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ട് ഇത് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുക വിക്രം ദേഷ്യപ്പെട്ട്. പറഞ്ഞാൽ വിക്രത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണെന്ന് വേദ പറഞ്ഞു. എന്നാൽ ഇപ്പോഴും അതുതന്നെയാണ് എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞു. വിക്രം എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും വേദ തടഞ്ഞു. നീ വിക്രം അബദ്ധമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പോകാൻ നോക്കുമ്പോൾ വേദ വിക്രത്തെ പിടിച്ചിങ്ങനെ നിർത്തുക. പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു, അപട്ടം കൊണ്ട് അവസാനിച്ചു. ഇത്രയും ദിവസം എടുത്ത റിസ്കുകൾ മുഴുവനും വെറുതെ ആയി പോകും, അത് വേദയ്ക്ക് അറിയാം. വേദ കാല് പിടിച്ചു പറഞ്ഞ് വിക്രത്തെ പിടിച്ച് കെട്ടിയതുപോലെ ഇങ്ങനെ നിർത്തിയിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളിലൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.